ഹായ്, ഇത് നത്തിങ് വൺ എന്ന് പറയുന്ന മോഡലാണ്. ഇത് നമുക്കൊരു കംപ്ലൈൻ്റ് ആയിട്ട് വന്നൊരു ഫോണാണ്. ആക്ച്വലി കസ്റ്റമർ ചെയ്യുന്നത് വെള്ളത്തിൽ വീണിട്ട് നെറ്റ്വർക്ക് കിട്ടാതെ വന്നൊരു ഫോണായിരുന്നു ഇത്. അപ്പോൾ നോ സർവീസ് ആയിരുന്നു, അതായത് സിം ഇട്ടാലും നമുക്ക് നോ സർവീസ് എന്ന് പറഞ്ഞ് കാണിക്കുള്ളൂ. കസ്റ്റമേഴ്സ് കോൾ ചെയ്യാനോ ഒന്നും പറ്റില്ലായിരുന്നു. അപ്പോൾ ഓൾറെഡി അവർ വേറെ ഷോപ്പിൽ കാണിച്ചു. അപ്പോൾ അവർ പറഞ്ഞിരുന്നത് ഇതിനകത്ത് കുറച്ച് കമ്പോണൻറ്റ് ദ്രവിച്ച് കത്തിപ്പോയിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് റെഡിയാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഒരു റിട്ടേൺ കൊടുത്താണ്. അപ്പോൾ നമുക്ക് അങ്ങനെ കസ്റ്റമർ വേറെ രീതിയിൽ കൊണ്ടുവന്നാണ് ഇവിടെ. അപ്പോൾ നമ്മളത് റെഡിയാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ 4G 5G എല്ലാം ഡിറ്റക്ട് ചെയ്യുന്നുണ്ട്. സർവീസ് നോ സർവീസ് മാറിയിട്ട് എല്ലാം ഓക്കെ ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള എന്തെങ്കിലും മേജർ കംപ്ലയിൻസ് നിങ്ങളുടെ ഫോണിന് വരികയാണെങ്കിൽ ഫോൺ ഉപേക്ഷിക്കേണ്ട. അപ്പോൾ ഗിവ് മേ ചാൻസ് ടു പ്രൂവ്. നമുക്കൊരു അവസരം തരിക, ചെയ്ത് നോക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് ചെയ്ത് നോക്കുന്നതായിരിക്കും. അപ്പോൾ അതുകൂടെ സെയിം ഒരു ഫോൺ കൂടി നമുക്ക് വന്നിട്ടുണ്ട്. അതും നത്തിങ് വൺ തന്നെയാണ്. അത് കസ്റ്റമർ കയ്യിൽ നിന്ന് താഴെ വീണതാണ്. താഴെ വീണിട്ട് കുറച്ച് കമ്പോണൻസ് ഒക്കെ പോയിട്ടുണ്ട്. അത് മാത്രമല്ല ഷോർട്ടിംഗ് ആണ്, ഫുൾ ഷോർട്ടിംഗ് ആണ്. ഇപ്പോൾ നമ്മൾ ബാക്ക് പാനൽ ഊരി വെച്ചിരിക്കണം. അപ്പോൾ നല്ല വിഷയം എന്ന് പറയാൻ കാരണം തന്നെ അതിൻ്റെ ബാക്ക് പാനൽ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അതിൻ്റെ ബാക്ക് പാനൽ മൊത്തം നല്ല ക്രാക്കാണ്. അപ്പോൾ നമ്മൾ ഇതൊന്നും റിക്കവർ ചെയ്യാൻ നോക്കുന്നുണ്ട്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ നമ്മൾ ഇത് ഓണായി കഴിയുമ്പോഴത്തേക്കും നെക്സ്റ്റ് വീഡിയോ ഇതിനെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.